കേരള PSC ഇപ്പോൾ മാർച്ച് 22 വരാൻ സാധ്യതയുള്ള പരീക്ഷകളുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാൻ നേരത്തെ തന്നെ മനസ്സിലാവും എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഫോർ മാർച്ച് 2022 ഫോർ സബ്മിറ്റിംഗ് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഇനി വരാനായിട്ട് പോകുന്ന എക്സാമിനേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഈ ലിസ്റ്റിലൂടെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ എക്സാം ആണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആവശ്യമുള്ളത് എന്ത് ചെയ്യുക, ആ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ഈ ഒരു പോർഷനിൽ നോക്കാൻ നേരത്ത് മനസ്സിലാവും ഈ എക്സാംസിന് ഏതൊക്കെ ഡേറ്റിനാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു പേജിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ പോസ്റ്റുകൾ ഏതൊക്കെയെന്നൊന്ന് വായിച്ചു പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്നൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് മൈക്രോ ബയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഗവൺമെൻറ് അനലൈറ്റിക്കൽ ലബോറട്ടറിയുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ കേരള PSC വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം അതൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം രണ്ടാമത് വിളിച്ചിട്ടുള്ളത് വർക്ക് അസിസ്റ്റൻറ്റ് കേരള സെറാമിക്സ് ലിമിറ്റഡിൻ്റെ വർക്ക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള കൺഫർമേഷനും ഉടനെ തന്നെ ഉണ്ടാവും. ഇതിനകത്ത് തന്നെ കാറ്റഗറി നമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ നിന്ന് വരുമെന്നുള്ള കാര്യവും അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിൻ്റെ ഒരു പോസ്റ്റാണ്. അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്. അതിനുശേഷം വന്നിട്ടുള്ളത് നമ്മുടെ കോമൺ ടെസ്റ്റ് ഫോർ SL നമ്പർ 2 and 3 എന്ന് പറഞ്ഞിട്ട് ലാബ് അസിസ്റ്റൻറ്റിൻ്റേതാണ്. ഇത് അപ്പെക്സ് സൊസൈറ്റി ഫോർ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു പോസ്റ്റിൻ്റെ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതിനുശേഷം ഇപ്പോൾ കേരള PSC അതിനുശേഷം വിളിച്ചിട്ടുള്ളത് നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ തന്നെ കേരള കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ പോസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റ് കേരള കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇതായിട്ട് തന്നെ. പിന്നെ ഉള്ളത് നമ്മുടെ ICDS സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ട് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. അത് നമ്മുടെ ST വുമൻസ് കാൻഡിഡേറ്റിന് വേണ്ടി മാത്രമുള്ള എക്സാം ആയിരിക്കും. പിന്നെയുള്ളത് ജൂനിയർ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു എക്സാം ഉടനെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്ലേറ്റർ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ, അത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളത്തിലേക്കുള്ള എക്സാം ആയിരിക്കും. അതിനും ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ അഗ്രികൾച്ചറൽ ഓഫീസർ കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡിൻ്റെ അഗ്രികൾച്ചറൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ ഉണ്ടാവും. പിന്നെ അഗ്രികൾച്ചറൽ ഓഫീസർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ NCA നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഓഫീസറിൻ്റെ തന്നെ NCA നോട്ടിഫിക്കേഷനാണ് പിന്നെയും കാണിച്ചിട്ടുള്ളത്. പിന്നെ സോഷ്യൽ വർക്കർ MSW എടുത്തിട്ടുള്ളവർക്ക് സോഷ്യൽ വർക്കറിൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിലേക്കുള്ള സോഷ്യൽ വർക്കറിൻ്റെ എക്സാമിനേഷൻസും ഉടനെ തന്നെ ഉണ്ടാവും. അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെയിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ എക്സാമിനേഷനും കാണുമെന്നാണ് കേരള PSCയുടെ നോട്ടിഫിക്കേഷനിൽ മനസ്സിലാവുന്നത്. പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അതേപോലെ അതും മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ തന്നെയാണ്. അങ്ങനെ ഏകദേശം 5-6 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക് വേണ്ടിയുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ പോസ്റ്റുകൾ ഇപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും എക്സാംസാണ് നമ്മുടെ മാർച്ച് 22 വരാനായിട്ട് പോകുന്ന എക്സാംസിൻ്റെ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കേണ്ടി വരുന്ന എക്സാംസിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കേരള PSCയുടെ സൈറ്റിൽ ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. ഈ PDF നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഈ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതിലേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ CPOയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. VFAയുടെ ക്ലാസ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് കണ്ട് തന്നെ തുടങ്ങുക. എക്സാംസും അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ടും നോട്ടിഫിക്കേഷൻസുമായിട്ടും നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.